ഒട്ടേറെ മാറ്റങ്ങളോടെ വരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് 2025 ഗ്രൂപ്പ് ഡ്രോ നാളെയാണ് നടക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 11:30 ഓരോ ഗ്രൂപ്പുകളിലേക്കും ഏതൊക്കെ ടീമുകളാകും എത്തിച്ചേരുക എന്ന് അറിയുക. 32 ടീമുകളെ 8 ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പിലെയും ടീമുകൾ തമ്മിൽ മത്സരിക്കുകയും ആദ്യ 2 സ്ഥാനക്കാരെ പ്രീ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. പിന്നീട് നോക്കൌട്ട് റൗണ്ടുകളായിരിക്കും. ഫിഫ വേൾഡ് കപ്പ് പോലെ തന്നെ ഓരോ മേഖലയിൽ നിന്നും അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടീമുകളുടെ എണ്ണം നമുക്ക് നോക്കാം. ഏറ്റവും ശക്തിയേറിയ പോരാട്ടം നടക്കുന്ന യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷനിൽ നിന്നും 12 ടീമുകൾക്കും സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷനായ കൊണാമ്പലിൽ 6 ടീമുകൾക്കുമാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിലും കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോളിൽ നിന്നും കോൺകാഫ് മേഖലയായ കോൺഫെഡറേഷൻ ഓഫ് നോർത്ത് സെൻട്രൽ അമേരിക്കയിൽ നിന്നും 4 ടീമുകൾക്കാണ് സ്ലോട്ട് ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 2 സ്ലോട്ടുകൾ ഓഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രിക്കുമാണ് ലഭിക്കുക. ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന അമേരിക്ക തന്നെയാണ് ക്ലബ്ബ് വേൾഡ് കപ്പിനും ആതിഥേയത്വം വഹിക്കുന്നത്. ഇനി പങ്കെടുക്കുന്ന ടീമുകളെ ഒറ്റനോട്ടത്തിൽ പരിചയപ്പെടാം. യൂറോപ്പിൽ നിന്നും ചെൽസി 2020-21 ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും റിയൽ മാഡ്രിഡ് 21-22 ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും മാഞ്ചസ്റ്റർ സിറ്റി 2022-23 ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും യോഗ്യത നേടി. മറ്റു ടീമുകളെ കഴിഞ്ഞ 4 വർഷത്തെ യുഎഫ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുത്തത്. ജർമ്മനിയിൽ നിന്നും ബയേൺ മ്യൂണിക്, ഫ്രാൻസിൽ നിന്നും പാരീസ് സെന്റ് ജെർമൻ, ഇറ്റലി ഇന്റർ മിലാൻ, പോർച്ചുഗലിൽ നിന്നും പോർട്ടോ ബെനിഫിക്ക, ജർമ്മനിയിൽ നിന്നും ബൊറൂസിയ ഡോർട്ട്മൗണ്ട്, ഇറ്റലിയിൽ നിന്നും യുവന്റസ്, സ്പെയിനിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡ്, ഓസ്ട്രിയയിൽ നിന്നും റെഡ് ബുൾ സാൽസ്ബർഗ് എന്നീ ടീമുകളാണ് മറ്റു ടീമുകൾ. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്ന് യോഗ്യത നേടിയത് അൽ ഹിലാൽ 2021 AFC ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും ഉറുവ റെഡ് ഡയമണ്ട്സ് 2022 AFC ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും അൽ എയിൻ 2023-24 AFC ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും ഉൽസാൻ HD AFCയിലെ 4-ഇയർ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലും യോഗ്യത നേടി. കോൺഫെഡറേഷൻ ഓഫ് ആഫ്രിക്കൻ ഫുട്ബോളിൽ നിന്നും അൽ ഹൈലി 2020-21, 22-23, 21-24 CAF ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും വ്യാദാദ് FC 2021-22 കാഫ് ചാമ്പ്യൻസ് ലീഗ് നേടിയതുകൊണ്ടും എസ്പ്രനാൻ ഡു ട്യൂണീസ് ആൻഡ് മംലോദി സൺഡാവോസ് എന്നീ ടീമുകൾ 4-ഇയർ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഫെഡറേഷൻ ഓഫ് നോർത്ത് സെൻട്രൽ അമേരിക്കയിൽ നിന്നും മോണ്ടെററി 2021 കോൺകാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും സൗണ്ടേഴ്സ് FC 2022 കോൺകാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും ലിയോൺ 2023 ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും പച്ചുവ 2024 കോൺകാഫ് ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആയതുകൊണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. സൗത്ത് അമേരിക്കൻ മേഖലയിൽ നിന്നും കോപ്പ ലിബർട്ടീസ് ചാമ്പ്യന്മാരെയാണ് തിരഞ്ഞെടുത്തത്. പാൽമേറസ്, ഫ്ലമെങ്കോ, ഫ്ലുമിനസ്, ബോട്ടഫോഗ എന്നിവരാണ് കഴിഞ്ഞ 4 വർഷത്തെ ഓരോ വർഷത്തെയും കോപ്പ ലിബർട്ടീസ് ചാമ്പ്യന്മാർ. 4 വർഷത്തെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ റിവർ പ്ലേറ്റും ബോക്ക ജൂനിയേഴ്സും യോഗ്യത നേടി. ഓഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനിൽ നിന്നും AFC ചാമ്പ്യൻസ് ലീഗ് വിന്നറായ ഔക്ക്ലാൻഡ് സിറ്റിയാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ഹോസ്റ്റ് സിറ്റിക്കുള്ള ഒരു സ്ലോട്ടിൽ 2024 MLS സപ്പോർട്ടേഴ്സ് ഷീൽഡ് വിന്നറായ ഇന്റർ മയാമിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ 5 ഇന്ത്യൻ സമയം രാത്രി 11:30 ഡ്രോ നടക്കുന്നത്.